ഇതിനിടയിൽ ഈ ഇത്തരം രൂക്ഷ വിമർശനത്തിന് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, സ്വയം യേശുവായി ചിത്രീകരിച്ച് തൻ്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ രംഗത്ത് വരുന്ന ട്രംപിൻ്റെ കാഴ്ചയാണ്. ഇത് വലിയ വിമർശനമാണ് ആഗോളതലത്തിൽ ഉയർത്തിയത്. ട്രംപിൻ്റെ പോസ്റ്റിൽ രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിക്കുന്ന AI ചിത്രമാണ് പങ്കുവച്ചത്. നമുക്കറിയാം, ട്രൂത്ത് സോഷ്യൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ട്രൂത്ത് സോഷ്യലിനോട് ഏറെ പ്രിയമുള്ള ഒരാൾ കൂടിയാണ് ട്രംപ്. തൻ്റെ പ്രസ്താവനകൾ, തൻ്റെ യുദ്ധപ്രഖ്യാപനങ്ങളൊക്കെ ട്രൂത്ത് സോഷ്യലിൽ കൂടിയാണ് ട്രംപ് വെല്ലുവിളികളും മറ്റും പങ്കുവെക്കുന്നത് പലപ്പോഴും ട്രൂത്ത് സോഷ്യലിലൂടെയാണ്. ഇവിടെയാണ് യേശുവിനോട് ഉപമിച്ചുകൊണ്ടുള്ള തന്നെ സ്വയം യേശുവായി ചിത്രീകരിക്കുന്ന ഒരു AI ചിത്രം ട്രംപ് പങ്കുവെക്കുന്നത്. അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലത്തിലുള്ളതാണ് ഈ ചിത്രം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. പ്രേക്ഷകർക്ക് ഈ ചിത്രം ഇപ്പോൾ ലോകമാകെ വൈറലായ ഈ ചിത്രം നമ്മുടെ സ്ക്രീനിൽ കൂടി കാണാം. സൈനികർ, വിമാനങ്ങൾ, നഴ്സുമാർ, രോഗികൾ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഈ ചിത്രത്തിൽ താൻ ഇവരുടെയൊക്കെ ഏതോ വലിയ തലപ്പത്തുള്ള ഒരാളാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ്. ശരിക്കും ആഗോളതലത്തിലുള്ള ക്രിസ്തുമത വിശ്വാസികളെ അപമാനിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത് എന്നുള്ള വ്യാഖ്യാനമാണ് വന്നിരിക്കുന്നത്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. ഇത് ട്രംപ് ഭരണകൂടത്തിന് വിമർശനവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ വിമർശനം ആഗോളതലത്തിൽ ഉയർന്നതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ചിത്രം ട്രംപ് പിൻവലിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാവുകയാണ്. ഇതിപ്പോൾ വലിയ ചർച്ചയാകുന്നു ലോകത്ത്. സഭകളുടെ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. കാർത്തിക്, ഇതിപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തികൾ ആദ്യമായല്ല. അദ്ദേഹത്തിന് പലതരത്തിലുള്ള ജൽപ്പനങ്ങളും പ്രവർത്തികളുമൊക്കെ വലിയ വിമർശന വിധേയമായിട്ടുണ്ട്. കിറുക്കൻ പ്രസിഡന്റ് എന്ന് ട്രംപിൻ്റെ ശത്രുക്കൾ പലപ്പോഴും വിശേഷിപ്പിക്കുന്നതും പ്രധാനമാണ്. ഇപ്പോൾ ശരിക്കും എന്താണ് ട്രംപിന് സംഭവിച്ചത് എന്നുള്ള ചർച്ചയിലാണ് ലോകരാജ്യങ്ങൾ, അല്ലേ? ഈ വെടിനിർത്തലിന് മുൻപ് തന്നെ ട്രംപും മാർപ്പാപ്പയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പല വിമർശനങ്ങളും നടത്തിയിരുന്നു. അതിനുള്ള മറുപടിയും വത്തിക്കാനിൽ നിന്ന് വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അതായത് ട്രംപിൻ്റെ ഈ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ ആകില്ല എന്ന തരത്തിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ നിലപാട് കൂടി വന്നിരിക്കുന്നു. അതായത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ട്രംപിൻ്റെ ഈ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റും അതോടൊപ്പം തന്നെ അടുത്ത കാലത്തായി പോപ്പിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളും ചർച്ചയാവുകയാണ്. നേരത്തെ ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കുന്ന തരത്തിലാണ് പോപ്പിൻ്റെ നിലപാടുകൾ. അത് ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പോപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന ശക്തമായ വിമർശനം ട്രംപ് ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി മാർപ്പാപ്പയും രംഗത്തെത്തിയത്. സ്വാഭാവികമായും ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ നിന്ന് മാർപ്പാപ്പ വിട്ടുനിൽക്കണം എന്നൊരു പ്രതികരണം JD വാൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അത്തരത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റും അതോടൊപ്പം തന്നെ മാർപ്പാപ്പയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ. തുടരുക കാർത്തിക്. അഡ്വക്കേറ്റ് PP ജോസഫ് ഉണ്ട്, ഗ്ലോബൽ കാത്തലിക് കോൺഫറൻസിൻ്റെ പ്രതിനിധിയായി. ശ്രീ PP ജോസഫ്, ഇതിപ്പോൾ ട്രംപിൻ്റെ പല കിറുക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ മാർപ്പാപ്പയ്ക്ക് നേരെയാണ് വെല്ലുവിളിയും ഇത്തരം സ്വയം യേശുവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളുമൊക്കെ പുറത്തുവിടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ട്രംപിന് പറ്റിയത് എന്നാണ് വിലയിരുത്തേണ്ടത്? ശ്രീ PP ജോസഫ്, അതിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് ആ ചിത്രങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകരെ കാണിക്കാം. ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ സ്വയം യേശുവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ചിത്രം. ശ്രീ ഫിലിപ്പ് കവീൽ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായുണ്ട്. ശ്രീ ഫിലിപ്പ് കവീൽ, താങ്കൾ ശ്രദ്ധിച്ചു കാണും സ്വയം യേശുവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. യഥാർത്ഥത്തിൽ മാർപ്പാപ്പയോട് വലിയ പോരാണ്. മാർപ്പാപ്പ തൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അമേരിക്കക്കാരനായ മാർപ്പാപ്പയാണ്, നമുക്കറിയാം. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല, രാഷ്ട്രീയ സമ്മർദ്ദമല്ല, യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് സഭയുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നാണ്. പക്ഷെ അവിടെയാണ് പ്രകോപിതനായ ട്രംപിൻ്റെ പുതിയ നീക്കം. എന്ത് കരുതണം? ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കത്തെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യം തന്നെ പോകേണ്ട കാര്യമുണ്ട്. ബൈബിളിൽ പറയുന്ന ഒരു ആദ്യ പാപം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് മനുഷ്യൻ സ്വയം ദൈവമായി ചിത്രീകരിച്ചതാണ് സത്യത്തിൽ ആദ്യ പാപത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ. അതായത് മനുഷ്യൻ തന്റെ സ്രഷ്ടാവിനെ നിരാകരിച്ച് സ്വയം ദൈവമായി പ്രതിഷ്ഠിച്ചു. അത് തന്നെയാണ് ഇപ്പൊ ഇദ്ദേഹവും ചെയ്യുന്നത്. അധികാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. സർവ്വ അധികാരവും ദൈവത്തിൽ നിന്ന് വരുന്നതെന്നാണ് ക്രൈസ്തവ വിശ്വാസം. ഈ അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടിയായിട്ടുള്ളതായിരിക്കണം. നമ്മൾ ജനാധിപത്യത്തിലാണെങ്കിലും അധികാരം എന്തിനാണ്? അവിടെയുള്ള ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
ഈ മാന്യദേഹം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് അമേരിക്കയുടെ ശക്തി മുഴുവൻ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ ശക്തി തന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന അധികാരം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം. അവിടെയാണ് പോപ്പ് ലിയോ മാർപ്പാപ്പയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഈ മനുഷ്യകുലത്തിന്, മാനവരാശിക്ക് വേണ്ടത് സമാധാനമാണ്. പ്രശ്നങ്ങളില്ലാത്ത ലോകമില്ല. പ്രശ്നങ്ങൾ സമവായത്തിലൂടെ പരിഹരിക്കപ്പെടണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിലല്ല ശാശ്വതമായ സമാധാനമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, അധികാരം ഏറ്റെടുക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. മനുഷ്യകുലത്തിന്റെ മനസാക്ഷിയാണ് ഒരു മാർപ്പാപ്പ എന്ന് പറയുന്ന ആള്. അതായത് സഭയും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഹിന്ദു ആണേലും ക്രിസ്ത്യൻ ആണേലും മുസ്ലിം ആണേലും ഈ ലോകത്തിലെ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ സംജാതമാക്കണം. അതാണ് ഭരണാധികാരികളുടെ അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറയുന്നത്. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. അത് പറയുമ്പോൾ മാർപ്പാപ്പയ്ക്കെതിരായി പറയുന്ന ട്രംപ് ഒരു നശീകരണ ശക്തിയുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ കാണണം. ഇത് ആരാണേലും ഇത് നമുക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. ജാതിയുടെ, മതത്തിന്റെ, വംശത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കുന്നതല്ല, അവരെയും ചേർത്ത് നിർത്തി എല്ലാവർക്കും സ്നേഹത്തോടെ എല്ലാവരോടും ഇടപെടാൻ സാധിക്കുക. അതാണ് ശരിക്കും യേശുക്രിസ്തു പഠിപ്പിച്ചത്. യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണ് ബൈബിളില്? ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ നിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ചിലർ പറയും പഴയ നിയമത്തില് അങ്ങനെ അല്ലല്ലോ കാണുന്നത്. പഴയ നിയമത്തിൽ നിന്നും എത്രയോ വ്യതിചരിച്ച് പുതിയ നിയമത്തിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ സ്നേഹമാണ് ഈ ഊഴിയുടെ അഖില സാരം എന്ന കവിയുടെ ആ പ്രകടനം തന്നെയാണ് ബൈബിളിലും പറയുന്നത്. സ്നേഹമാണ് ആത്യന്തികമായി നിലനിൽക്കുന്നത്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ക്ഷമിക്കുക, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ചേർത്ത് പിടിക്കുക. അതാണ് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക്, സമാധാനത്തിന് വേണ്ട. അതാണ് മാർപ്പാപ്പ പറയുന്നത്. അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. ഫാദർ ഫിലിപ്പ് കബീലാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. അഡ്വക്കേറ്റ് പി ജോസഫ് ഗ്ലോബൽ കാത്തലിക് കോൺഫറൻസിന്റെ പ്രതിനിധിയുണ്ട്. ശ്രീ പി ജോസഫ്, നമുക്കറിയാം യുദ്ധം തൻ്റെ കാലത്ത് താൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഒരു നേതാവാണ് എന്നും താൻ അവസാനിപ്പിച്ച പല യുദ്ധങ്ങളും ലോകത്ത് ചൂണ്ടിക്കാണിക്കുകയും മറ്റും ചെയ്ത ട്രംപാണ് ഇപ്പോൾ ഇറാനെ ഒതുക്കാനായി ഇറങ്ങി ലോക പരാജയം നേടി ഇപ്പോൾ ഇത്തരം കിറുക്കുകൾ കാണിക്കുന്നത്. സംശയമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരിപ്പോൾ മാർപ്പാപ്പയോടാണ്. സമാധാനത്തിനായി ആരാഗ്രഹിക്കുന്നോ അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഈ ഒരു നിലപാടിനെ എങ്ങനെ കാണണം? ഇത് അംഗീകരിക്കാനാവുന്ന ഒന്നല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാവുന്നതാണല്ലോ. തീർച്ചയായും. അതായത് മാർപ്പാപ്പ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. മറ്റു പലർക്കും ഇത് തുറന്നു പറയാൻ ധൈര്യമില്ലാത്തപ്പോൾ ആർക്കെങ്കിലും ധൈര്യം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കക്കാരനായ മാർപ്പാപ്പ ഈ വിഷയത്തിൽ ട്രംപിനോട് പ്രതികരിച്ചത്. നമുക്ക് ഈ ലോകത്തിൽ വേണ്ടത് ശാന്തിയും സമാധാനമാണ്, അല്ലാതെ യുദ്ധവും അക്രമവും അല്ല. ശിലായുഗത്തിലും മധ്യയുഗത്തിലും നടന്ന കണക്ക് അക്രമത്തിലൂടെയും യുദ്ധങ്ങളിലൂടെയും രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും രാജ്യങ്ങളെ ഇല്ലാതാക്കുവാനും അല്ല ചെയ്യേണ്ടത്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും സമാധാനവും സമത്വവും ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയിലൂടെ, പരസ്പര സംസാരത്തിലൂടെ ലോകത്ത് സമാധാനം വരുത്തണം എന്നാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. പിന്നെ ട്രംപ് തന്റെ ഇച്ഛാഭംഗം കൊണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് നിലയിലുള്ള അതിന്റെ അഹംഭാവത്തിന്റെ മൂർത്തിഭാവം ആയതുകൊണ്ടും ഒക്കെ ഇങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊന്നും ഈ കാര്യത്തിൽ ട്രംപിനെ തിരുത്തുവാനോ എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ലോകക്രമത്തിന് മാറ്റം വന്നിരിക്കുന്നു. UN പരാജയപ്പെട്ടിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ ഒരു ശക്തിക്കും ഇത്തരം കാര്യങ്ങൾ ഇടപെടാനോ യുദ്ധം അവസാനിപ്പിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഒന്നും മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് ആ രീതിയിലേക്ക് അമേരിക്കയെ മകളിലേക്ക് കൊണ്ടു നിർത്തിയപ്പോൾ മാർപ്പാപ്പയുടെ സ്വരമാണ് അവിടെ വേറിട്ട് നിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളൊക്കെ ഒരു പരിധിവരെ യുദ്ധത്തിനെ ട്രംപിനെ സഹായിക്കുന്നു, കുറച്ചുപേർ ഇറാനെ സഹായിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലോകത്തിൽ സമാധാനം നിലനിർത്താൻ ഒരു ഒറ്റ വ്യക്തിയുള്ളത് മാർപ്പാപ്പ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ ലോകം കാതോർക്കുന്നത്. അത് നിശ്ചലമായും ധൈര്യത്തോടെയുമാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള അജഞ്ചലയുടെ ആവശ്യമില്ല. ട്രംപ് എങ്കുവനെ ആയിക്കോട്ടെ ഭരണകൂടത്തെ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ക്രൈസ്തവ മാനവികതയുടെ ഏറ്റവും മകുട ഉദാഹരണമാണ്. ക്രൈസ്തവനായിരിക്കുന്ന, ക്രൈസ്തവരുടെ അഭിഷിക്തനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ പ്രതിനിധിയായ മാർപ്പാപ്പയ്ക്ക് അങ്ങനെ മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം ഒന്നും പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഒരു പരിധിവരെ സമാധാനം നിലനിൽക്കുന്നതും ശാന്തി നിറമാടുന്നതും ഈ ക്രൈസ്തവ വിശ്വാസം ഈ ലോകത്തിലുള്ളതിന്റെ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ
ആ വാക്കുകളെ പൂർണ്ണമായും നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. തീർച്ചയായും നന്ദി ശ്രീ അഡ്വക്കേറ്റ് പി ജോസഫ് താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും സഭകൾ ഈ വിഷയത്തിൽ രംഗത്ത് വരും ദിവസങ്ങളിൽ ട്രംപിനെതിരെ എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വയം യേശുവായി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസ സമൂഹത്തെ വലിയ തോതിൽ അത് വ്രണപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ട്രംപിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അമേരിക്കയിലും ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ എതിർപ്പുകൾ ഉയരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. ട്രംപിൻ്റെ യുദ്ധക്കൊതി, ട്രംപിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട പരാജയം, നീക്കമൊക്കെ അമേരിക്കയിൽ വ്യാപകമായി ചർച്ചയായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന സർവേകളിൽ പോലും വലിയ വിഭാഗത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട വോട്ടർമാർ പോലും, ട്രംപിൻ്റെ അനുകൂലികൾ പോലും ഇത്തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതാണ്ട് 1-2 മണിക്കൂറോളം ട്രൂത്ത് സോഷ്യലിൽ ഈ പോസ്റ്റ് ഉണ്ടായിരുന്നു. വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് ഈ ചിത്രം അദ്ദേഹം പിൻവലിക്കുകയും മറ്റും ചെയ്തത്. സ്വയം യേശുവായി ചിത്രീകരിച്ച് രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിച്ചുള്ള AI ചിത്രം. ഇതിൽ വിവിധ ആളുകളുടെ, രോഗികളുടെയും നഴ്സുമാരുടെയും പട്ടാളക്കാരുടെയും ഒക്കെ ചിത്രം ബാക്ക്ഗ്രൗണ്ടായി അമേരിക്കൻ പതാകയും നൽകിക്കൊണ്ടാണ് ട്രംപ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് ഏറെ കൗതുകകരമായ, വിമർശന വിധേയമായ ഒന്നായി മാറുകയും ചെയ്തു. പ്രധാനപ്പെട്ട ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.